നിങ്ങളുടെ പാർട്ണർ കരയുന്ന സമയത്ത് നിങ്ങൾ എന്താണ് ചെയ്യാറ്? മിക്കവരും ചെയ്യുന്നത് അവരൊന്ന് കൂളാവട്ടെ എന്നിട്ട് സംസാരിക്കാമെന്ന് ഓർത്തിട്ട് മിണ്ടാതിരിക്കും. ഇങ്ങനെ നമ്മൾ മിണ്ടാതിരിക്കുന്ന സമയത്ത് അവർക്ക് അവരുടെ ഉള്ളിലുള്ള ആ ഒരു വേദന അതിന്റെ ഇരട്ടിയാവുകയുള്ളൂ. അവരിങ്ങനെ കരയുന്നതിന്റെ അർത്ഥം അവർക്ക് ഒരുപാട് സങ്കടം കൊണ്ട് മാത്രമാണെന്നുള്ളതല്ല. അവരുടെ ഉള്ളിലുള്ള സ്ട്രെസ്സും ആൻസൈറ്റിയും ഒക്കെ പുറത്തു വിടുന്ന അല്ലെങ്കിൽ പുറത്തു പോകുന്ന ഒരു സമയമായിരിക്കും ഈ കരയുക എന്ന് പറയുന്നത്. ആ സമയത്ത് അവർക്ക് വേണ്ടത് ഒരു സൊല്യൂഷൻ ആയിരിക്കില്ല, ഒരു കംഫർട്ടായിട്ടൊരു ഇടമായിരിക്കും. ഇപ്പൊ നിങ്ങളുടെ പാർട്ണർ വല്ലാതെ വിഷമിച്ച് കരയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? വളരെ കൂളായിട്ട് അവരുടെ അടുത്ത് പോയെന്ന് ഇരിക്കുക, അവരെ ചെറുതായി ഒന്ന് ചേർത്ത് പിടിക്കുക. അവർക്കപ്പോൾ നല്ലൊരു കംഫർട്ടായിട്ട് ഫീൽ ചെയ്യും. എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുക. അവര് പറയുന്നത് വളരെ ക്ഷമയോടെ കേട്ടിരിക്കാൻ ശ്രമിക്കുക. എപ്പോഴും ഓർക്കുക, സൊല്യൂഷൻസ് പിന്നീടാണ്. നമുക്ക് ഫസ്റ്റ് നമ്മുടെ ഫീലിങ്സിന് പ്രയോറിറ്റി കൊടുക്കുക എന്നുള്ളതാണ്. ഈ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക, എപ്പോഴും സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല. ഇത് സന്തോഷത്തിന് അപ്പുറം വരുന്ന ഒരു സംഭവമാണ് ഈ കരയുക അല്ലെങ്കിൽ സങ്കടപ്പെടുക എന്നൊക്കെ ഉള്ളത്. അപ്പൊ ആ ഒരു സമയത്ത് അവരെ ചേർത്ത് പിടിക്കാനും അവരെ കംഫർട്ടായിട്ട് കൊണ്ടുപോകാനൊക്കെ നിങ്ങൾക്ക് പറ്റുകയെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാർട്ണറിന് നിങ്ങളോടുള്ള ട്രസ്റ്റ് കൂടും. അത് കാരണം തന്നെ ആ ഒരു റിലേഷൻഷിപ്പ് കൂടുതൽ മനോഹരമായിട്ട് മുന്നോട്ട് പോവുകയുള്ളൂ.